ലോകകപ്പോ മറ്റേതെങ്കിലും പ്രധാന ICC ഇവന്റ്സോ വരുമ്പോൾ മൈറ്റി ഓസീസിന്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. അട്ടപ്പടലം ദുർബല ടീമുകളോട് വരെ അങ്ങ് തോൽക്കുക. അതിഭീകര ആക്ടിംഗ് എന്നൊക്കെ ക്രിക്കറ്റ് പ്രേമികൾ ഇതിനെ ചിലപ്പോഴൊക്കെയും വിശേഷിപ്പിക്കാറുണ്ട്. ലോകകപ്പിന് എത്തുമ്പോൾ ഹൈപ്പ് അമ്പയെ കുറക്കാനായുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്ന് ഇന്ന് വിളിക്കുന്നവരുണ്ട്. ഇങ്ങനെ ദുർബലരാണെന്ന് കരുതി ലോകകപ്പിൽ ഇവരോട് മുട്ടാൻ നിൽക്കുന്ന ടീമുകളുടെ മുന്നിൽ പക്ഷേ ഓസ്ട്രേലിയ വിശ്വരൂപം പുറത്തെടുക്കുകയും ചെയ്യും. അവശനാണെന്ന് കരുതി കാട്ടിലെ മരച്ചുവടിൽ വിശ്രമിക്കുന്ന സിംഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് പോലെയാണത്. സിംഹം സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു, കടിച്ചു കീറുന്നു. അതായത് ICCയുടെ ഏത് ടൂർണമെന്റ് വന്നാലും ഏത് ടീമിന്റെയും വലിയ പേടി സ്വപ്നം ഓസ്ട്രേലിയ തന്നെയായിരിക്കും. നോക്കൌട്ട് ഘട്ടത്തിൽ പ്രത്യേകിച്ചും. നമുക്കറിയാം, സെമി ഫൈനൽ, ഫൈനൽ പോലെയുള്ള നിർണായക മത്സരങ്ങളിൽ ഭൂരിഭാഗം ടീമുകളും സമ്മർദ്ദങ്ങളിലേക്ക് വീണ് കളി മറക്കുമ്പോൾ കങ്കാരുപ്പട സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് വിജയശ്രീലാളിതരാകും. പക്ഷേ ലോകകപ്പിന് മുമ്പ് ചിലപ്പോൾ അവർ ഫുൾ ടീം തന്നെ കുഞ്ഞൻ ടീമുകളോടും പലപ്പോഴും നാണം കെടുന്ന കാഴ്ച. ഇത്തവണയും ആ പതിവ് ആവർത്തിച്ചിരിക്കുകയാണ് അവർ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ T20 ലോകകപ്പിന് മുമ്പായി ഓസ്ട്രേലിയ അവസാനമായി കളിച്ചത് പാകിസ്ഥാനുമായുള്ള 3 മത്സരങ്ങളുടെ T20 പരമ്പരയാണ്. പക്ഷേ പാകിസ്ഥാനിൽ നടന്ന ഈ പരമ്പരയിൽ മിച്ചൽ മാർഷും സംഘവും ആഗ്രഹിച്ചത് പോലെയൊരു ഫലമല്ല ലഭിച്ചത്. ഓസ്ട്രേലിയയെ പാക് പട 3-0 തൂത്തുവാരുകയായിരുന്നു. ആദ്യ മത്സരത്തിൽ, ലാഹോറിലെ ആദ്യ മത്സരത്തിൽ ഓസീസിനെ തോൽപ്പിച്ച് സൽമാൻ അലി ആഗയുടെ പാക് ടീം തുടങ്ങുന്നു. അതും നീണ്ട 2650 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അന്താരാഷ്ട്ര T20യിൽ ഓസ്ട്രേലിയയെ പാകിസ്ഥാൻ അന്ന് പരാജയപ്പെടുത്തിയത്. അതായത് നീണ്ട 8 വർഷത്തിനു ശേഷം. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ 22 റൺസിനാണ് ആതിഥേയർ കങ്കാരുപ്പടയെ മുട്ടുകുതിച്ചത്. അതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ പാകിസ്ഥാൻ 1-0 മുന്നിലെത്തുന്നു. ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ തിളങ്ങിയ സൈം അയ്യൂബായിരുന്നു ആ മത്സരത്തിൽ പാകിസ്ഥാന്റെ വിജയശില്പി. മത്സരത്തിൽ നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 168 റൺസ് എടുക്കാനേ പാകിസ്ഥാന് കഴിഞ്ഞുള്ളൂ. 169 റൺസ് വിജയ ലക്ഷ്യവുമായി ബാറ്റിംഗിലിറങ്ങിയ ഓസീസിന് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 2017 ഇതിനു മുമ്പ് പാകിസ്ഥാൻ ഓസ്ട്രേലിയയെ ഒരു T20 മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് എന്നോർക്കണം. ഇതിനിടെ കളിച്ച 7 മത്സരങ്ങളിലും പാകിസ്ഥാൻ ഓസീസിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. നിർണായകമായ 2ാം അംഗത്തിൽ ഓസീസ് ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് പക്ഷേ ഉണ്ടായില്ല. 90 റൺസിനാണ് പാക് പട അവരെ 2ാം T20 മത്സരത്തിൽ വാരിക്കളഞ്ഞത്. അതോടെ അപ്രസക്തമായ 3ാമത്തെയും അവസാനത്തെയും മത്സരം ജയിച്ച് മാനം കാക്കാൻ മിച്ച് മാർഷിന്റെ ടീം വീണ്ടും ശ്രമിച്ചെങ്കിലും സംഭവിച്ചത് നേരെ തിരിച്ചാണ്. 111 റൺസിന്റെ തോൽവിയായിരുന്നു ഈ 3ാം മത്സരത്തിൽ ഓസീസിന് നേരിടേണ്ടി വന്നത്. അതിനൊപ്പം പാകിസ്ഥാൻ ആശ്വാസമായി ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ അവരുടെ സ്റ്റാർ ബാറ്ററായ ബാബർ അസം അന്താരാഷ്ട്ര T20യിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ എന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് ആ മത്സരത്തിൽ മറികടക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ 39ാമത്തെ T20 അർദ്ധ സെഞ്ചുറി ആയിരുന്നു അത്. നിലവിൽ നമുക്കറിയാം, 132 ഇന്നിംഗ്സുകളിൽ നിന്നും 4505 റൺസുമായി T20യിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന പദവിയും ബാബർ അസമിനാണ്. 3ാം മത്സരത്തിൽ 111 റൺസിന്റെ പടുകൂറ്റൻ തോൽവി നേരിട്ടതോടെ T20 ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയ നേരിടുന്ന ഏറ്റവും വലിയ തോൽവി കൂടിയാണ് അന്ന് നേരിട്ടത്. എന്നാൽ മറ്റൊരു കാര്യവുമുണ്ട്. പാകിസ്ഥാനുമായുള്ള ഈ T20 പരമ്പരയിൽ 3-0 നാണം കെട്ടെന്ന് കരുതി T20 ലോകകപ്പിൽ ഇനി ഓസ്ട്രേലിയയെ ഭയക്കേണ്ടതില്ലെന്ന് കരുതാൻ വരട്ടെ. സത്യത്തിൽ ഇനിയാണ് യഥാർത്ഥത്തിൽ അവരെ സൂക്ഷിക്കേണ്ടത്. KGFലെ ഹിറ്റ് ഡയലോഗ് പോലെ, അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ICC ടൂർണമെന്റുകൾക്ക് തൊട്ടു മുമ്പ് കങ്കാരുപ്പട എപ്പോഴെല്ലാം ഇങ്ങനെ തകർന്നടിഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർ കിരീടത്തിൽ മുത്തമിട്ട ചരിത്രമാണ് ഭൂരിപക്ഷവും ഉള്ളത്. 2021 T20 ലോകകപ്പിന് തൊട്ടു മുമ്പ് സംഭവിച്ചതും ഏതാണ്ട് ഇതുപോലെയായിരുന്നു. ടൂർണമെന്റിന് മുന്നോടിയായി കളിച്ച 5 പരമ്പരകളിലും ഓസീസ് തോറ്റു തൊപ്പിയിരുന്നു. 19 മത്സരങ്ങളിൽ അവർക്ക് ആ സമയത്ത് ജയിക്കാനായത് വെറും 5 കളികൾ മാത്രമായിരുന്നു. പക്ഷേ ലോകകപ്പിൽ ഓസീസ് തനി നിറം പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലോക ചാമ്പ്യന്മാരായിട്ടാണ് അന്ന് അവർ വിമർശകരുടെ വായടപ്പിച്ചത്. പിന്നീട് 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് തൊട്ടുമുമ്പും ഓസ്ട്രേലിയ സമാനമായ തിരിച്ചടി നേരിട്ടിരുന്നു. ഇന്ത്യയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ 1-2 അവർ കീഴടങ്ങുന്നു. പക്ഷേ WTC ഫൈനലിൽ വീണ്ടും ഇന്ത്യയെ കിട്ടിയപ്പോൾ തകർപ്പൻ ജയവുമായി അവർ ജേതാക്കളാവുന്ന കാഴ്ച. 2023 ഏകദിന ലോകകപ്പിന് തൊട്ടുമുമ്പും ഓസ്ട്രേലിയ സമാനമായ തിരിച്ചടികൾ നേരിട്ടിരുന്നു. ലോകകപ്പിന് മുന്നോടിയായി കളിച്ച ഏകദിന പരമ്പരയിൽ ഇന്ത്യക്ക് മുന്നിൽ അവർ 1-2 മുട്ടുമടക്കുന്നു. പക്ഷേ ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയെ തന്നെ സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ തകർത്തുകൊണ്ട് മൈറ്റി ഓസീസ് ലോക ചാമ്പ്യന്മാരാകുന്ന കാഴ്ച. ചരിത്രം ഇങ്ങനെയാണ്. എല്ലാ പ്രധാന ടൂർണമെന്റുകൾക്ക് മുമ്പും ഓസ്ട്രേലിയ ഇങ്ങനെയൊരു ആക്ടിംഗ് നടത്താറുണ്ട്. ഇപ്പോഴിതാ T20 ലോകകപ്പിന് മുമ്പ് പാകിസ്ഥാനോട് അവർ
3-0 വൻ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇത് കണ്ട് ആരും മനപ്പായസം ഉണ്ണുകയോ അവരെ എഴുതി തള്ളുകയോ ചെയ്യരുത്. കാരണം ഈ ടീം ഓസ്ട്രേലിയയാണ്, മൈറ്റി ഓസീസ്. അവർ തിരിച്ചു വരും, തിരിച്ചു വന്നിരിക്കും. കാരണം അത് ക്രിക്കറ്റിലെ ഒന്നാമത്തെ ഒരു റൂൾ കൂടിയാണ്. നെവർ എവർ റൈറ്റ് ഓഫ് ഓസ്ട്രേലിയ അറ്റ് എ വേൾഡ് കപ്പ്.